ഈശോയിൽ പ്രിയമുള്ളവരെ, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വചനം. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, എൻ്റെ ജനം പാപം ചെയ്തു. പാപം, നമുക്കറിയാം, പാപം എന്നത് ഒരു സിംഗുലർ. പാപങ്ങൾ എന്നല്ല, പാപം ചെയ്തു എന്നാണ്. പാപങ്ങൾ ചെയ്തു എന്നല്ല, പാപം. അപ്പോൾ പാപം ഒരൊറ്റ പാപമേ ഉള്ളൂ. അതുകൊണ്ടാണ് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് തിരുസഭ പഠിപ്പിക്കുകയാണ്, പാപത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവനിഷേധം നിലനിൽക്കുന്നു. പാപത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവനിഷേധം നിലനിൽക്കുന്നു. അപ്പോൾ പാപം എന്താണ്? പാപങ്ങൾ എന്ന ഒന്നില്ല, മറിച്ച് ഒരൊറ്റ പാപമേ ഉള്ളൂ. ഒരേ ഒരു പാപമേ ജീവിതത്തിലുള്ളൂ. ഒരേ ഒരു പാപം, അല്ലാതെ പാപങ്ങൾ ഇല്ല. ഒരേ ഒരു പാപം. പാപം എന്താണ്? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു. അപ്പോൾ ദൈവം ഉൽപ്പത്തിയിൽ ചോദിച്ച ചോദ്യം, നീ എവിടെയാണ്, നീ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആദ്യം അവൻ ചെയ്ത കാര്യം, അവൻ ദൈവത്തിൽ നോടി അകന്നു. അപ്പോൾ പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ് പിശാചിൻ്റെ ലക്ഷ്യം? പിശാചിൻ്റെ ലക്ഷ്യം ഇതാണ്: നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക. ദൈവം അത്രയും സ്നേഹിക്കുന്ന മനുഷ്യൻ, ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവം പർദീസായിൽ കാണണമെന്നാഗ്രഹിച്ച മനുഷ്യൻ, ദൈവം എല്ലാ നന്മകളോടും സന്തോഷത്തോടും കൂടെ കാണണമെന്നാഗ്രഹിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തിൽ നകലുക. അപ്പോൾ പിശാചിനറിയാം, ഇവൻ ദൈവത്തിൽ നകന്നാൽ എന്തെല്ലാം നന്മകൾ ദൈവം ഇവനോട് ചേർത്ത് വെച്ചുവോ അതെല്ലാം ഇവന് നന്മകളല്ലാതാകും. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ മനുഷ്യനോട് ദൈവം ചേർത്ത് വെച്ചുവോ പിശാചിനറിയാം, ഇവൻ ദൈവത്തിൽ നകന്നാൽ ആ അനുഗ്രഹങ്ങളെല്ലാം അനുഗ്രഹമല്ലാതാകും. എന്തെല്ലാം ദൈവം അവന് കൊടുത്തോ അവൻ ദൈവത്തിൽ അകന്നാൽ അതെല്ലാം അവന് നഷ്ടപ്പെടും. എന്തെല്ലാം നന്മകൾ ദൈവം അവനിൽ കണ്ടോ അതെല്ലാം അവന് തിന്മകളായിട്ട് മാറും, അവൻ അതിൽ നകലും. പ്രിയപ്പെട്ടവരെ, അതാണ് പാപത്തിലൂടെ പിശാച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ്, പാപം വഴി ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളിൽ നിന്നും നമ്മളെ അകറ്റുക. ഇതാണ് പിശാചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. എല്ലാ ദിവസവും വൈകുന്നേരം ഏദൻ തോട്ടത്തിൽ വരുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഏറ്റവും, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എന്താ ദൈവത്തിൻ്റെ മനസ്സ്? ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാ ദിവസവും ആ മനുഷ്യൻ്റെ അടുത്ത് വരുന്ന ദൈവം, എല്ലാ ദിവസവും. പുറപ്പാടിൽ ആരാ ദൈവം? പുറപ്പാടിൽ ദൈവം മോശയോട് പറയും, ഞാൻ നിങ്ങളുടെ കൂടെ വരും, നിങ്ങളുടെ മുമ്പേ നടക്കും. മന്നയായി, ദൈവകൽപ്പനകളായി കൂടെ നടക്കുന്ന വചനം, കൂടെ നടക്കുന്ന ദൈവം. അവർ പെരുവെയിലത്ത് നിൽക്കുമ്പോൾ അവർക്ക് തണലായിട്ട്, അവർ കൂരിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ദീപസ്തംഭമായിട്ട് കൂടെ നടക്കുന്നു. കൂടെ നടക്കുന്ന ദൈവത്തെയാണ് പുറപ്പാട് പരിചയപ്പെടുത്തുന്നത്. കൂടെ നടക്കുന്ന, ഞാൻ കൂടെയുണ്ട്. ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഓരോ താളുകളും, അല്ലെങ്കിൽ ബൈബിളിലെ ഓരോ താളുകളും, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഓരോ താളുകളിലും നമ്മൾ കാണുന്നത് എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കൂടെ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പിശാചിന് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ
പാപത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവനിഷേധം നിലനിൽക്കുന്നു. ഇനി ദൈവം എന്താ ചെയ്തത്? ദൈവം മനുഷ്യനായിട്ട് വരും. അതാണ് രക്ഷാകര ചരിത്രം. ദൈവം മനുഷ്യനായിട്ട് വരുന്നു, ദൈവം മനുഷ്യനായിട്ട് മാറുന്നു. ഇതും അവസാനിക്കുന്നില്ല. വീണ്ടും എന്താണ് നമ്മൾ കാണുന്നത്? ഇതാ എന്നോടൊപ്പം പിന്നെ കൂടെ വസിക്കാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം ദൈവം വെളിപ്പെടുത്തുന്നത് അവൻ അപ്പമാകുന്നു, എൻ്റെ നാവിൽ അലിയാൻ പാകത്തിന്. തീർന്നില്ല. വെളിപാട് അവസാനിക്കുമ്പോൾ വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടൊപ്പം, മനുഷ്യരോട് കൂടെ. അവിടുന്ന് അവരുടെ കണ്ണുനീര് തുടച്ചു മാറ്റും. കണ്ടോ, ഇതാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ കണ്ടുമുട്ടുന്നൊരു ദൈവം, മനുഷ്യനോടൊപ്പം നടക്കുന്നൊരു ദൈവമാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കണം, എവിടെയാണ് നമുക്ക് പറ്റുന്ന അപകടം? നമുക്ക് പറ്റുന്ന അപകടം എവിടെയാ? നമുക്ക് പറ്റുന്ന അപകടം ഈ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുന്നു. ഈ ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് പ്രിയപ്പെട്ടവരെ എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാന കാരണം. ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാന കാരണം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി, അവൾ പഠിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ പഠിച്ചിട്ടും എല്ലാ ക്ലാസ്സിലും നല്ല വിജയം മാത്രമുണ്ടായിരുന്ന ഈ പെൺകുട്ടി പരീക്ഷയിൽ തോൽക്കുന്നു, അവിചാരിതമായി തോൽക്കുന്നു. പല ദിവസങ്ങളിലും കോളേജിൽ പോക്ക് മുടങ്ങുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരൻസ് സ്വാഭാവികമായിട്ടും ഈ ദുഃഖം അവരുടെ വികാരിച്ചനോട് പറയുന്നു. ആ വികാരിച്ചനാണ് ആ കുടുംബത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നത്. ആ കുടുംബത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു വിടുമ്പോൾ വികാരിച്ചൻ പറയുന്ന കാര്യമുണ്ട്: അച്ചോ, ഒരു ദിവസം 3 കുർബാനയുണ്ടെങ്കിൽ, അവധിയാണെങ്കിൽ 3 കുർബാനയ്ക്കും വന്ന് പാട്ടുപാടും, പ്രാർത്ഥന ലീഡ് ചെയ്യും. അങ്ങനെ പള്ളിയിലെ എല്ലാ കാര്യത്തിലും, കുടുംബ യൂണിറ്റുകളിൽ. അച്ചോ, അത്രയും നല്ല ഒരു പെൺകുട്ടി ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്നില്ല. ഇപ്പോൾ അവധിക്ക് വന്നാൽ പള്ളിയിൽ വരാൻ മടിയാണ്, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാകും. മാതാപിതാക്കളോട് അങ്ങേയറ്റ സ്നേഹം, മാതാപിതാക്കളോട് ദേഷ്യമായി. അങ്ങനെ ഈ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു: ഒരു 1.5 വർഷമായിട്ട് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം എന്താണ്? ആരോടും പറയാത്ത, ഡാഡിയോട്, മമ്മിയോട്, പ്രിയപ്പെട്ടവരോട് പറയാത്ത കാര്യം എന്താണ്? കുമ്പസാരത്തിൽ പോലും നീ മറച്ചു വയ്ക്കുന്ന കാര്യം എന്താണ്? അവൾ എന്നോട് പറഞ്ഞു: ഫാദർ, ഞാൻ ഒരു പ്രശ്നത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1.5 വർഷമായി. 1.5 വർഷം മുമ്പ് എൻ്റെ കൂടെ പഠിക്കുന്ന, എൻ്റെ ജസ്റ്റ് സീനിയറായ ഒരു ചെറുപ്പക്കാരനുമായി ഞാൻ ഇഷ്ടത്തിലായി. അത് വെറുതെ ഒരു സൗഹൃദമായിരുന്നു. എന്നാൽ ആ ഇഷ്ടം വളർന്നു. എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു ഇഷ്ടവും ആദ്യത്തെ അങ്ങനത്തെ ഒരു താല്പര്യവുമായതുകൊണ്ട് ഞാൻ കുറേ ട്രസ്റ്റ് ചെയ്തു, ഞാൻ കുറേ സ്നേഹിച്ചു. പക്ഷെ ഫാദർ, പിന്നീടാണ് പല സുഹൃത്തുക്കളും ഇതറിഞ്ഞപ്പോൾ എന്നെ തിരുത്തി, ഇത് തെറ്റാണ്. പക്ഷെ ഞാൻ ഈ ബന്ധത്തിലായിപ്പോയി. ഞാൻ ഈ ബന്ധത്തിൽ കുറേ വളർന്നു. എനിക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ, ഏത് സമയവും അതിനെക്കുറിച്ച് ചിന്ത. ഓർക്കുക, 22 വയസ്സുള്ള ഒരു പെൺകുട്ടി, അങ്ങേയറ്റം ദൈവത്തോട് ചേർന്ന് നിന്നവൾ, ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യം അതെന്താണ്? എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട്. അവൾക്കിപ്പോൾ പള്ളിയിൽ പോകാൻ മടി, പ്രാർത്ഥിക്കില്ല, മറിച്ച് കയ്യിൽ കൊന്തയില്ലാതെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ബൈബിൾ വായിക്കാത്ത ഒരു ഒറ്റ ദിവസമില്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ സംഭവിച്ച കാര്യം, അവൾ ഇതിൽ നിന്നെല്ലാം മാറിയപ്പോൾ അവൾക്ക് ദൈവം സന്തോഷിക്കാൻ കൊടുത്ത അപ്പനും അമ്മയുമായിട്ട് ഇപ്പോൾ ബന്ധമില്ല. അവൾക്ക് നല്ല പഠിക്കുമായിരുന്ന പെൺകുട്ടി ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്ന അവൾ പാട്ടുപാടാൻ, അവളുടെ പാട്ട് അവിടെ ഏറ്റവും രൂപതാ തലത്തിൽ പോലും അവൾ സമ്മാനാർഹയായ പെൺകുട്ടി, ഇപ്പോൾ അതൊന്നും താല്പര്യമില്ല.
ഓർത്ത് നോക്കിക്കേ, എന്താ അടിസ്ഥാനപരമായിട്ട് സംഭവിച്ചത്? അടിസ്ഥാനപരമായിട്ട് സംഭവം എന്താ? പാപം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അവളെ അകറ്റി. എന്തെല്ലാം ദൈവം അവളോട് ചേർത്ത് വെച്ചുവോ അതിൽ നിന്നെല്ലാം പിശാച് അവളെ അകറ്റുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പാപത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇതാണ്: ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുക. അതാണ് പാപം. ഇതാ, എൻ്റെ ജനം തെറ്റ് ചെയ്തു, അവർ ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ ഉപേക്ഷിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കണം. ഈ അധ്യായം നമ്മൾ സാധിക്കുമെങ്കിൽ വായിക്കണം. 21 മുതലുള്ള വചനങ്ങൾ. ഇതാ, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾക്ക് നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടു പോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരമായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യത്തിലുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇനി ശ്രദ്ധിക്കണം, അടുത്ത വചനം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളുടെ കൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ചു. വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിന് ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ഓർക്കുക, എന്താണ് അപ്പോൾ പാപം? ഇനി നമ്മൾ നോക്കുമ്പോൾ എല്ലാ പാപവും, പിന്നെ പൗലോസ്ലീഹ എല്ലാ പാപത്തെയും കുറിച്ച് എഴുതുകയാണ് അവിടെ. തുടർന്ന് വായിക്കുമ്പോൾ എല്ലാ പാപവും ഉണ്ട്, എല്ലാ പാപവും അവിടെ വരുന്നുണ്ട്. അശുദ്ധി വരുന്നുണ്ട്, എല്ലാ പാപങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരും, അസൂയ, കൊലപാതകം, ഏഷ്ണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിശൂന്യരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായിത്തീരുന്നു. കണ്ടോ, ആകെ ഒരു പാപമേ ഉള്ളൂ, ഒരൊറ്റ പാപമേ ഉള്ളൂ. ഒരു പാപം വന്നു. അവർ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോൾ എല്ലാ പാപങ്ങളിലേക്കും പ്രിയപ്പെട്ടവരെ ദൈവം അവരെ വിടുന്നു. എല്ലാ പാപങ്ങളിലേക്കും അവർ പോകുന്നു. അവർ കൊലപാതകം, അശുദ്ധി, ഏഷണി, സകല പാപങ്ങളിലേക്കും പോകുന്നു. അപ്പോൾ എന്താണ് പാപം? പാപം എന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് ഏറ്റവും സർവ്വനന്മയായ സർവ്വസ്നേഹമായ ദൈവത്തിൽ നിന്ന്. ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ദൈവം നന്മയാണ്. അപ്പം ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് നന്മയിൽ നിന്നുള്ള അകൽച്ചയാണ്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അകലുക എന്നതാണ്. അപ്പോൾ വചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ തിരിച്ചു വരിക. അതാണ് നമ്മൾ കാണുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വചനം. അവിടെ എത്ര സ്നേഹത്തോടെ പറയുന്ന ദൈവം. ജെറമ്യാ 3:14, മക്കളെ നിങ്ങൾ തിരിച്ചു വാ എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. മക്കളെ നിങ്ങൾ തിരിച്ചു വരിക. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ നന്മ ഒരാളുടെ ജീവിതത്തിൽ അനുഗ്രഹം എന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ എൻ്റെ കുടുംബം, നമ്മൾ ചിന്തിക്കണം ഇവിടെ, നമ്മുടെ കുടുംബം ദൈവത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു? ദൈവത്തെ കോംപ്രമൈസ് ചെയ്യുന്നൊരു കുടുംബമാണോ എൻ്റെ കുടുംബം? ദൈവത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു? ഇത് നമ്മൾ ഗൗരവമായിട്ട് നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥന, ഞായറാഴ്ച കുർബാന, പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പനകൾ, ദൈവകാര്യങ്ങൾക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു? അപ്പോൾ നമ്മൾ ദൈവത്തിൽ നകലുമ്പോൾ, അപ്പോൾ ഞാനൊരു വിവാഹ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ആ വിവാഹ ജീവിതം ആശീർവാദമാകുന്നത്, ഞാനൊരു സമർപ്പിതയാണെങ്കിൽ ആ സമർപ്പിത ജീവിതം അനുഗ്രഹമാകുന്നത്, ഞാൻ ഒരു പുരോഹിതനാണെങ്കിൽ അത് അനുഗ്രഹമാകുന്നത്, അത് കുറവില്ലാത്തത് കൊണ്ടല്ല,
ഒരു പുരോഹിത ജീവിതമോ ഒരു സമർപ്പിത ജീവിതമോ ഒരു ദാമ്പത്യ ജീവിതമോ അനുഗ്രഹമാകുന്നത്. കുറവില്ലാത്തത് കൊണ്ടല്ല ഒരു കുടുംബം അനുഗ്രഹമാകുന്നത്. ഏറ്റവും വലിയ കുറവുള്ളൊരു കുടുംബം, വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെടുന്ന പെൺകുട്ടി, ദാരിദ്ര്യം ഉള്ള കുടുംബം, ആ കുടുംബം തിരുക്കുടുംബമാകുന്നത് കുറവില്ലാത്തത് കൊണ്ടല്ല, ആ കുടുംബത്തിൻ്റെ നടുക്ക് ദൈവമുണ്ടായിരുന്നു. ഒരു ദാമ്പത്യ ജീവിതം അനുഗ്രഹമാകുന്നത് കുറവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതിന് നടുക്ക് ദൈവമുണ്ട്. കുറവില്ലാത്തത് കൊണ്ടല്ല ഒരു പൗരോഹിത്യ ജീവിതം അനുഗ്രഹമാകുന്നത്, മറിച്ച് ആ പൗരോഹിത്യം ദൈവകരം പിടിക്കുമ്പോഴാണ്. ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങ് വായിക്ക്. ആരാണ് കുറവില്ലാത്തവർ? അനേകം ജനതകളുടെ പിതാവാകാൻ അബ്രാഹത്തെ വിളിക്കുന്നു. പക്ഷേ കടൽ തീരത്തെ മണൽത്തിരികൾ പോലെ, ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ മക്കളെ തരുമെന്ന് ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം കൊടുക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ കുറവെന്താ? ഒരു കുഞ്ഞില്ല. എല്ലാവരെയും നയിക്കാൻ മുൻപിൽ ദൈവം പിടിച്ചു നിർത്തുന്ന മോശ വിക്കൻ, മോശ ഒരു കൊലയാളി, ഏറ്റവും കുറവുള്ളവൻ. ഈ ബൈബിളിൽ ആർക്കാണ് കുറവില്ലാത്തത്? അപ്പോൾ നമ്മളുടെ കുറവുകൾ, പ്രിയപ്പെട്ടവരെ, ആർക്കാണ് പാപമില്ലാത്തത്? പക്ഷെ ഒരു കാര്യം ഓർക്കുക, ആ വ്യക്തി ദൈവത്തിലേക്ക് വരിക എന്നതാ പ്രധാനപ്പെട്ട കാര്യം. നീ ഇപ്പോൾ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ചില കുറവുകൾ കാണുന്നു, നീ നിൻ്റെ സമർപ്പിത ജീവിതത്തിൽ ചില കുറവുകൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കുറവുകളും അതാണ്. മക്കളെ, തിരിച്ചു വരിക, മക്കളെ എന്നിലേക്ക് വരിക. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ ജനവുമാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ ഇതെന്തിനുള്ള വിളിയാണെന്നറിയാവോ? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. യോഹന്നാൻ 15:5, എന്നെ കൂടാതെ ഒന്നും സാധ്യമല്ല എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിലാണ്, കുടുംബജീവിതത്തിലാണ്, ദൈവത്തോട് ചേർന്നാണ്. ഞാൻ ഈ അടുത്ത നാളിൽ കണ്ട 2 ചെറിയ ഉദാഹരണങ്ങൾ. ഞാനൊരു കുടുംബത്തെ പരിചയപ്പെടാനിടയായി. ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. ഭർത്താവ്, ഭാര്യ, ഒരു മകൻ. അപ്പോൾ ആ മകൻ്റെ പ്രത്യേകത, 2 മക്കളാണുള്ളത്. ഇളയത് മോള്, മൂത്തത് മകൻ. ഈ മൂത്ത മകൻ്റെ പ്രത്യേകത, ഈ മൂത്ത മകന് ബുദ്ധിമാന്ദ്യമുള്ളൊരു കുട്ടിയാണ്. അവൻ നടക്കും, സംസാരിക്കും. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവൻ്റെ ആ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു ചൈതന്യമാണ്. ഒക്കെ അവന് ബുദ്ധിമാന്ദ്യമുണ്ട്, അവന് കുറവുണ്ട്. അപ്പോൾ ഈ അപ്പനും അമ്മയും അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛാ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തിന് നന്ദി പറയുന്നത് ഞങ്ങളുടെ ഈ മകനെ ഓർത്താണ്. കാരണം ഞങ്ങളുടെ മകൻ ഇങ്ങനെ ആയിരിക്കുമെന്ന്, ഇങ്ങനൊരു പ്രശ്നമുള്ള കുട്ടിയായിരിക്കുമെന്ന് സ്കാനിങ്ങിൽ വെളിപ്പെട്ടപ്പോൾ ഞങ്ങളാകെ തകർന്നു പോയി. പക്ഷെ ഞങ്ങളത് സ്വീകരിച്ചു, ഞങ്ങളത് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം അവനാണ്, അവനാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയായി, ഞങ്ങൾക്ക് കുടുംബമായി, എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം അവനാണ്. ഇവർ ഓർക്കണം, ഒരു പക്ഷേ ഡോക്ടേഴ്സ് സ്കാനിങ് റിസൾട്ട് എടുത്തിട്ട് പറഞ്ഞു കാണും, ഇങ്ങനെ ഒരു കുട്ടിയെ സ്വീകരിക്കണമോ, ജീവിതാവസാനം വരെ ഒരു ഭാരമായിരിക്കും. പക്ഷേ അവരെന്തുകൊണ്ടത് സ്വീകരിച്ചു? അവരെന്നോട് പറഞ്ഞ കാര്യമുണ്ട്: അച്ഛാ, ഞങ്ങൾക്കറിയാം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, അതെങ്ങനെയുള്ളതാണെങ്കിലും. കണ്ടോ, അവരുടെ ചങ്കിൽ ദൈവമുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം, ഈ അടുത്ത നാളിൽ ഉണ്ടായൊരു സംഭവം, ആ ഭർത്താവും ഭാര്യയും ഇപ്പോൾ 9 വർഷമായൊരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുക, ഇവർ കരയുകയാണ്. ഇപ്പം ഇവർ സംഭവം ഇതാണ്: ഇവർ ഈ വിവാഹം കഴിഞ്ഞ് 9ാമത്തെ മാസം ഗർഭിണിയാണെന്നറിയുന്നു, പരിശോധനയ്ക്ക് പോകുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് അപ്പോൾ ഇവർക്ക് ഇച്ചിരി, ഇവരുടെ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു, ഇച്ചിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ കുട്ടിയെ വേണ്ട എന്ന് വയ്ക്കുന്നു, ഈ കുറവുള്ള കുട്ടിയെ വേണ്ട എന്ന് വയ്ക്കുന്നു.
പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭയങ്കര, എന്നെ സംബന്ധിച്ച് രണ്ട് പേരും വന്നത് ഒരു 1.5 മാസത്തിനിടയിൽ വന്ന എൻ്റെ മുൻപിൽ വന്ന് കടന്നുപോയ 2 കുടുംബങ്ങളാണ്. രണ്ടാമത്തെ കുടുംബത്തെ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് രണ്ടാമത്തെ കുടുംബം അവരുടെ നോട്ടം ഞങ്ങൾ വിദേശത്തേക്ക് പോകുന്നു, ഞങ്ങൾ കുടുംബത്തെ ക്രമീകരിക്കുന്നു, ഞങ്ങളൊന്ന് സെറ്റിലാകാൻ ശ്രമിക്കുന്നു. അപ്പോൾ കുറവുള്ളൊരു കുട്ടി വന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോടൊപ്പം നടക്കുന്ന ദൈവത്തെ കാണുന്നില്ല. മറ്റേ കുടുംബം, അവർക്ക് അന്ന് വലിയ ജോലിയില്ല, സ്വന്തമായിട്ട് വീടില്ല, പക്ഷേ അന്നും അവർക്കൊരു ജീവിതത്തിൽ കുഞ്ഞ് വരുന്നു. സ്കാനിങ്ങിൽ ആ കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ അവരിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്? ഇത് ദൈവം തന്നതാ. കണ്ടോ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ എന്നെ ശ്രവിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക. നമ്മളുടെ കുടുംബം അത്രയും പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? അത്രയും പ്രാധാന്യം നമ്മുടെ വ്യക്തിജീവിതം, നമ്മൾ പ്രായോഗിക കാര്യങ്ങളിലേക്ക്, പ്രായോഗിക പ്രശ്നങ്ങളിലേക്ക്, ഇപ്പോഴുള്ള പ്രശ്നങ്ങളിലേക്ക് നോക്കി നമ്മൾ അസ്വസ്ഥപ്പെടുന്നു. ഒരു വിവാഹ ജീവിതമാണെങ്കിൽ ആ വിവാഹ ജീവിതം അവരുടെ കാര്യങ്ങളിലേക്ക് നോക്കി. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് വേണ്ടി ദൈവം നിൽക്കും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ ഒരിക്കലും ഒരുപാട് കുറവുള്ളൊരു ദാമ്പത്യ ജീവിതം, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കുടുംബം, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുടുംബം, ഒറ്റ കാര്യം മാത്രം ചെയ്യ്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്. ഉറപ്പാണ്, ആ കുടുംബത്തിന് വേണ്ടി ഏത് കൂരാക്കൂരിട്ടിലും ദൈവം നിൽക്കും. ദൈവത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ദൈവം നിൽക്കും എന്ന് പ്രതീക്ഷിക്കരുത്. ദൈവത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ദൈവം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ദൈവത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പൗരോഹിത്യ സമർപ്പിത ജീവിതത്തിന് വേണ്ടി ദൈവം നിൽക്കും എന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ ഓർക്കുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് നോയമ്പ് കാലഘട്ടം? ഈ ദൈവത്തിൻ്റെ ഈ വിളി, മക്കളെ തിരിച്ചു വരിക എന്നുള്ള ദൈവത്തിൻ്റെ വിളിയിലേക്ക് നമ്മൾ എത്തേണ്ടതാണ് ഈ നോയമ്പ് കാലം. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം, ഈ ദൈവ മനുഷ്യ ബന്ധത്തിലേക്ക് വീണ്ടും എത്തുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നോയമ്പ് കാലഘട്ടം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തിരിച്ചു വരിക. അപ്പോൾ ഇതൊരു പ്രത്യാശയുടെ വർഷം. ആ പ്രത്യാശ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ദൈവത്തിലാണ്. ഇതാ നമ്മുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവം. ഒരു പക്ഷേ ധൂർത്തപുത്രൻ്റെ കഥ പറഞ്ഞപ്പോഴും അവിടെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് കാത്തിരിക്കുന്ന പിതാവ് തന്നെയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ പാപവും ഇതാണ്. എന്തൊക്കെ പാപമുണ്ടോ, എന്തൊക്കെ പ്രശ്നമുണ്ടോ, അതിൻ്റെ പിന്നിൽ പാപമാണെങ്കിലും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ യേശുവിലേക്ക് വരിക, നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കുക. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ എത്ര കുറവുള്ളവരാണെങ്കിലും, എത്ര പ്രതിസന്ധികളിലൂടെ ഇപ്പോൾ ജീവിതം കടന്നു പോകുന്നുണ്ടെങ്കിലും, എത്ര പ്രതിസന്ധികളിലൂടെ കുടുംബം കടന്നു പോകുന്നുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് വരിക, എല്ലാം നന്മയാകും എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ട വചനം, നമുക്ക് ഏറ്റവും പരിചിതമായ വചനം, ആ വചനം ഇതാണ്. സങ്കീർത്തനം 23:1. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതിനാൽ ഈ ധ്യാനത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ, എൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ ഇടയനായിട്ട്, ഉടമസ്ഥനായിട്ട് ഞാൻ ദൈവത്തെ മാറ്റുകയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചന അഭിഷേകമായിട്ട് മാറട്ടെ. ഈ വചനം ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞാനിപ്പോൾ ഒറ്റപ്പെടുന്നു, ഞാനിപ്പോൾ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഇതാ ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാ പാപത്തിൽ നിന്ന് മാറാനല്ല ഈ നോയമ്പ് കാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് പാപത്തിൽ നിന്ന് മാറാൻ ആരും ശ്രദ്ധിക്കേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിലേക്ക് വരിക, ആ സ്നേഹത്തിലേക്ക് വരിക, ആ വിശുദ്ധിയിലേക്ക് വരിക, ആ നന്മയിലേക്ക് വരിക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്ന് മാറാൻ ബലം പിടിക്കേണ്ട, ഞാൻ ദൈവത്തിലേക്ക് വരിക, ഞാൻ ദൈവത്തിൻ്റെ മകളായിട്ട് മാറുക, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് വരിക എന്നതാണ്. അതിനാൽ ഈ വചന അഭിഷേകമായിട്ട് മാറട്ടെ.
കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനം ഇപ്പോൾ അനേകം കുടുംബങ്ങളിലും ജീവിതങ്ങളിലും അഭിഷേകമായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപിതാവിന് ആരാധന, 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 ദൈവപിതാവിന് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുനാഥന് ആരാധന, 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 യേശുനാഥന് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന പാടാം, ആരാധന പാടാം, ആരാധന യേശുവേ. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 23:1. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ മണിക്കൂറിൽ ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഏറ്റുപറയുക, ഞാൻ അംഗീകരിക്കുക. എൻ്റെ സകല പ്രതിസന്ധികളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തോട് പറയുക, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒരാടിന് ഏറ്റവും നല്ല സ്ഥലമേതെന്ന്, ഏറ്റവും നല്ല ഭക്ഷണമേതെന്ന്, ഏറ്റവും സുരക്ഷിതമായ ഇടമേതെന്ന് ഏറ്റവും നല്ലതുപോലെ അറിയുന്നത് ഇടയനാണ്. എനിക്ക് ഏറ്റവും നല്ലത് എന്ത് എന്ന്, എനിക്ക് ഏറ്റവും സുരക്ഷിതമായത് എന്തെന്ന്
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നന്മയായിട്ടുള്ളത് എന്തെന്ന് അറിയുന്നത് യേശുവാണ്. അതിനാൽ ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രതിസന്ധി, ഇപ്പോൾ എൻ്റെ കുടുംബമായിരിക്കുന്ന അവസ്ഥ, ഈ വചനം സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്ക്, കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എന്നെ നോക്കുന്നത്, ഞാൻ കർത്താവിൻ്റെതാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഏത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും നിന്റെ കൺമുമ്പിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ശക്തിയുള്ള വചനമാണത്. ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും, ഇതാ ഈ വചനം നീ ഏറ്റുപറയുമ്പോൾ നിന്റെ കൺമുമ്പിൽ നീ അത്ഭുതം കാണാൻ തുടങ്ങും. കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് നീ പറയുമ്പോൾ ഞാൻ കർത്താവിൻ്റെതാണ്. ഒരാട് ഞാൻ ആ ഇടയൻ്റെതാണെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ആ ഇടയൻ്റെ ഉത്തരവാദിത്തമാണ്. കർത്താവ് എൻ്റെ ഇടയനെന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആ ഇടയൻ്റെ, ആ കർത്താവിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ അനേകം കുടുംബങ്ങളിൽ കടന്നു വരട്ടെ. അനേകം പ്രതിസന്ധികളിൽ, വേദനകളിൽ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം ഇറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25, 26 വചനങ്ങൾ കൂടി മനസ്സിൽ പറഞ്ഞ് ആരാധിക്കുക. ഈ മണിക്കൂറിൽ പുറപ്പാട് 23, 25, 26 വചന അഭിഷേകമായിട്ട് നൽകുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ഈ വചനത്തിന്റെ അഭിഷേകം വരട്ടെ. ദൈവത്തെ, യേശുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്ക്. സങ്കീർത്തനം 23:1 അഭിഷേകം ഇറങ്ങട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, വചനങ്ങളുടെ അഭിഷേകം അനേകം കുടുംബങ്ങളിലേക്ക് വരട്ടെ. വേദനയിലും ദുഃഖത്തിലും തകർച്ചയിലും രോഗങ്ങളിലും കഴിയുന്ന എല്ലാ മക്കളും ഇപ്പോൾ യേശു ഇടയനാണെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനത്തിന്റെ അഭിഷേകം അനേകം കണ്ണുനീര് വീണ ജീവിതങ്ങളിൽ യേശുവേ അഭിഷേകമായിട്ട് മാറട്ടെ. കിടപ്പ് രോഗികളിൽ ഈ വചന അഭിഷേകമായിട്ട് മാറട്ടെ. തകർന്നു പോയ കുടുംബങ്ങളിൽ ഈ വചന അഭിഷേകമായിട്ട് മാറട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ വചനത്തിന്റെ അഭിഷേകം യേശുനാമത്തിൽ അനേകം കുടുംബങ്ങളിലേക്ക് യേശുവേ നൽകണമേ, നൽകണമേ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, 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 ആരാധന. ഇടയൻ നീ നാഥ, ഇനിയൊരു കുറവും എനിക്കില്ല. പുൽത്തകിടികളിൽ നീ കനിവോടെന്നെ നടത്തുന്നു. അരുവിയിലേക്ക് പ്രശാന്തതയിൽ എന്നെ നയിക്കുന്നു. നേർവഴി മുന്നിൽ നിത്യമൊരുക്കുന്നു. ഇടയൻ നീ നാഥ, ഇനിയൊരു കുറവും എനിക്കില്ല. പുൽത്തകിടികളിൽ നീ കനിവോടെന്നെ നടത്തുന്നു. അരുവിയിലേക്ക് പ്രശാന്തതയിൽ എന്നെ നയിക്കുന്നു. നേർവഴി മുന്നിൽ നിത്യമൊരുക്കുന്നു.
തുണയും നീ, നല്ലോരിടയൻ നീ. ബലവും നീ, തുണയും നീ, നല്ലോരിടയൻ നീ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവനിഷേധം കുടികൊള്ളുന്നു. പാപത്തിൻ്റെ, നമുക്കറിയാം, നീ പാപം ചെയ്തു എന്ന് പറയുമ്പോൾ പാപങ്ങൾ ചെയ്തു എന്നല്ല, പാപം, ഒറ്റ പാപമേ ഉള്ളൂ. പാപത്തിനൊരു ലക്ഷ്യമേ ഉള്ളൂ. പാപത്തിൻ്റെ ലക്ഷ്യം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുക. ദൈവം സ്വന്തമായിട്ട് കണ്ട നിന്നെ, ദൈവം വിലയുള്ളതായി കണ്ട നിന്നെ, ദൈവം ഏറ്റവും നല്ല പദ്ധതികളുമായി കണ്ണോട് നോക്കിയിരിക്കുന്ന നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുക. അതിനാൽ എല്ലാ പാപത്തിൻ്റെയും ലക്ഷ്യം ദൈവത്തിൽ നിന്ന് അകറ്റുക. അതിനാൽ പാപം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. അവൻ ദൂരദേശത്തേക്ക് പോയി. എവിടെ നിന്ന്? പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നിഷേധിക്കാനാണ് പിശാച് ആദ്യം പറയുന്നത്. ടു ഡിനൈ ഗോഡ്. ദൈവം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും പഴം ഭക്ഷിക്കരുതെന്ന്? ഉണ്ട്. അത് ഭക്ഷിക്കുക. ദൈവം അരുതെന്ന് പറഞ്ഞത് ഭക്ഷിക്കുക. ടു ഡിനൈ യുവർ ഗോഡ്, അതാണ് പാപം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പാപങ്ങളില്ല, ഒറ്റ പാപമേ ഉള്ളൂ, ദൈവത്തെ നിഷേധിക്കൽ. അപ്പോൾ പാപത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ടു ബി വിത്ത് ഗാഡ്, ദൈവത്തോട് കൂടെ ആയിരിക്കുക. ദൈവത്തോട് കൂടെ ആയിരിക്കുക. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വചനം പറയുന്നുണ്ട്: മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് മറുതലിച്ചു. പച്ച മരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ നീ കാഴ്ചവെച്ചു. നീ എന്നെ അനുസരിച്ചില്ല. അടുത്ത വചനം: കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി, കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി. അടുത്ത വചനം 14: മക്കളെ, തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ഇത് ഈ ആരാധനയിൽ അനേകം വ്യക്തികളോട് ദൈവം പറയുകയാണ്. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല, നിങ്ങൾക്കൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ തിരിച്ചു വാ, നിങ്ങൾ കുറ്റമേറ്റ് പറഞ്ഞ് തിരിച്ചു വാ, അത്രയും ചെയ്താൽ മതി. അടുത്ത വചനം: മക്കളെ, തിരിച്ചു വരിക, ഞാനാണ്, ഐ ആം യുവർ ലോർഡ്, ഞാനാണ് നിങ്ങളുടെ നാഥൻ, ഞാനാണ് നിങ്ങളുടെ കർത്താവ്, തിരിച്ചു വാ. ഇതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ജെറമ്യ 2:13 നമ്മൾ ധ്യാനിച്ചു. എൻ്റെ ജനം പാപം ചെയ്തു, ജീവജലത്തിന്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. ഇതാ വചനം പറയുന്നു: മക്കളെ, തിരിച്ചു വരിക. ആ തിരിച്ചുവരവിൻ്റെ സമയമാണിത്. എവിടെയെല്ലാം ഞാൻ പരാജയപ്പെട്ടു, ഒരുപക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ല,
എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. ഒരു പക്ഷേ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ഇന്ന് ഞാൻ. ആദ്യത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ഓർക്കുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നുണ്ടോ? അതാണ് വചനം പറയുന്നത്. നീ തിരിച്ചു വരിക, നീ തിരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുർബാന, കുടുംബ പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുക. അതാണ് വചനം പറയുന്നത്. മക്കളെ, തിരിച്ചു വരിക. ഇതിനു വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. അതിനാൽ ഏറ്റുപറയണം നമ്മൾ, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മൾ ദൈവത്തെ ഏറ്റുപറയുന്നിടത്ത്, യേശു എൻ്റെ ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയുന്നിടത്ത്, യേശുവിലേക്ക് നമ്മൾ വരുന്നിടത്ത് എല്ലാ കെട്ടുകളും, എല്ലാ ബന്ധനങ്ങളും അഴിയുകയാണ്. യേശുവിലേക്ക് ഞാൻ വരുമ്പോൾ എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും മാറും. യേശുവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. യേശുവിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാൻ ഓർത്തുപോ, നീതിമാനാ ഞാൻ ചമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നുപോ. യേശുവേ കനിയൂ, അകന്നു പോകാതെ നിന്നാത്മനേ പകരണേ എന്നുമെൻ ജീവനിൽ. യേശുവേ കനിയൂ, അകന്നു പോകാതെ നിന്നാത്മനേ പകരണേ എന്നുമെൻ ജീവനിൽ. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് ആത്മശോധനയുടെ സമയമാണ്. ഒന്ന് ചിന്തിക്കുക, എത്ര പെട്ടെന്നാണ് ഒരാൾക്ക് പറുദീസ നഷ്ടമാകുന്നത്. എത്ര പെട്ടെന്നാണ് പറുദീസയ്ക്കപ്പുറത്ത് അവൻ നരകത്തിലേക്ക് പോകുന്നത്. സന്തോഷമായിരുന്ന അവൻ്റെ ദാമ്പത്യം, എല്ലാ സമൃദ്ധിയുടെയും നടുവിലിരുന്ന അവൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് ദുരിതങ്ങളുടെ, ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിലായത്. ഒറ്റ കാര്യം, അവൻ ദൈവത്തെ നിഷേധിച്ചു. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞവൾ എത്ര പെട്ടെന്നാണ് അവനിൽ നിന്ന് അവൾ അകന്നത്, അല്ലെങ്കിൽ അവന് കുറ്റക്കാരിയായിട്ട് മാറിയത്. എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ നിന്നവൻ ഇത് അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിലേക്ക്, ദുരിതങ്ങളിലേക്ക് ഇറങ്ങാൻ കാരണമായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ എന്തെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുവോ അതിൽ നിന്നെല്ലാം നമ്മൾ അകലാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ അകലും. ദൈവം നമ്മളോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ അകലും. ദൈവം നമ്മളോട് ചേർത്ത് വെച്ച നന്മകളിൽ നിന്ന് നമ്മൾ അകലും. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ അകലും. അതിനാൽ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വചനം പറയുന്നുണ്ടല്ലോ, അവിടുന്ന് അവരെ എല്ലാ തരത്തിലുമുള്ള പാപത്തിൽ നിന്ന്
എല്ലാ തരത്തിലുമുള്ള പാപത്തിന് വിട്ടുകൊടുത്തു. എന്താണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ പാപം ദൈവത്തിൽ നിന്ന് അകലുന്നതാണ്. വചനം പറയുന്നുണ്ട്, അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് പ്രകാശത്തെക്കാൾ അധികമായി മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മൾ ഈ ധ്യാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, ഞാൻ പഠിക്കുന്നു, എന്തുമാകട്ടെ, ഏത് ജീവിത സാഹചര്യത്തിലോ ജീവിത അന്തസ്സിലോ ആയിക്കോട്ടെ, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ഒന്നാം സ്ഥാനത്ത് ദൈവത്തെ നിർത്തുക. ദൈവത്തെ ഒന്നിൻ്റെ പേരിലും, ഒരു നേട്ടത്തിൻ്റെ പേരിലും, ഒരു സുഖത്തിൻ്റെ പേരിലും, ഒരു നന്മയുടെ പേരിലും ദൈവത്തെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു സുഖം, ഒരു നന്മ, ഒരു ഉയർച്ച, ദൈവകൽപ്പനകളെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു നേട്ടം, ഒരു ഉയർച്ച, ഒരു ലാഭം, ഒരു സുഖം എനിക്ക് വേണ്ട. ഈ തീരുമാനമെടുക്കുമ്പോൾ നിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ വന്നു പെയ്യും. രണ്ട് കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ ഒരു തീരുമാനം നമ്മുടെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ, എവിടെയെല്ലാം നമ്മളതിൽ പരാജയപ്പെട്ടോ, എവിടെയെല്ലാം നമ്മുടെ കുടുംബം, വ്യക്തിജീവിതം, ദാമ്പത്യ ജീവിതം, സമർപ്പിത ജീവിതം, പൗരോഹിത്യ ജീവിതം ദൈവത്തിൽ നകന്നുവോ, അവിടെയെല്ലാം ഞാൻ ആ ദൈവത്തെ ഏറ്റുപറയുക, ദൈവത്തിലേക്ക് തിരിച്ചു വരിക. അതാണ് വചനം പറഞ്ഞത്, ജെറമിയ 3:14, മക്കളെ തിരിച്ചു വരിക, ഞാനാണ് നിങ്ങളുടെ നാഥൻ, ഞാനാണ് നിങ്ങളുടെ നാഥൻ. മക്കളെ തിരിച്ചു വരിക. കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി ഈ വചനം അഭിഷേകമായിട്ട് മാറട്ടെ. ഒരുപക്ഷെ പല പ്രതിസന്ധികൾ നിൽക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ അവരുടെ പരീക്ഷ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൂരങ്ങളിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, ദൈവം ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ അത് സംഭവിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ ആ അനുഗ്രഹം വീട്ടിലേക്ക്, പ്രാർത്ഥിക്കുന്നിടങ്ങളിലേക്ക് യേശു നൽകുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. സങ്കീർത്തനം 23:1 ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. 23:1, Psalms 23:1. കർത്താവ് ആണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം ഈശോയെ അനേകം കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഇപ്പോൾ കുർബാനയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഈ ആരാധനയിൽ ആശീർവദിക്കപ്പെടട്ടെ. ഈ ആശീർവാദ നിമിഷങ്ങളിൽ ഈ ആശീർവാദം അനേകം കുടുംബങ്ങളുടെ കെട്ടഴിക്കട്ടെ. അനേകം പ്രതിസന്ധിയിൽ ഉത്തരമായിട്ട് മാറട്ടെ. ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, ആരാധന, യേശുവേ, 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 ആരാധന, ആരാധന. ഓ യേശുവേ, യേശുവേ,
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 23:1. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.